എസ്തപ്പാനെ, വാചകവടി അധികം വേണ്ട. സകല അടവും അഭ്യാസവും പഠിച്ചൊരു താപ്പാനെയാണ് ഞങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നതെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. പക്ഷേ ഏതു മതയാനയും തളയ്ക്കാൻ റെഡി ആയിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അയ്യോ മാഡം, ഇത്രയൊന്നും പറയേണ്ട കാര്യമില്ല. പോലീസുകാരെ ബഹുമാനിക്കുന്ന ആളാണ് എസ്തപ്പാൻ. മാഡത്തിന്റെ ചോദ്യങ്ങൾക്ക് ഞാൻ വ്യക്തമായ ഉത്തരം തരും. മുൻപ് ബുള്ളറ്റ് ജേക്കബ്, കരിമാടിയാജി, ഈ 2 പേരുടെയും കൊലപാതകത്തിന് പിന്നിൽ എസ്തപ്പാനല്ലേ എന്ന് പോലീസ് പറഞ്ഞു. പക്ഷേ ബഹുമാനപ്പെട്ട കോടതിക്ക് മനസ്സിലായി എസ്തപ്പാൻ നിരപരാധിയാണ്. അങ്ങനെ എസ്തപ്പാനെ വിട്ടയച്ചു. അത് എസ്തപ്പാൻ നിരപരാധിയാണെന്ന് കോടതിക്ക് ബോധ്യമായതുകൊണ്ടോ അതോ കൊലപാതകം ആസൂത്രണം ചെയ്തതിന്റെയും തെളിവ് നശിപ്പിച്ചതിന്റെയും തന്റെ മിടുക്കുകൊണ്ടോ? നശിപ്പിച്ച തെളിവ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. കൂടുതൽ ഷോ എന്ന് വേണ്ട. ഷോ കാണിക്കാൻ നിങ്ങൾക്കല്ലേ സാറേ? മര്യാദയ്ക്ക് നടന്നുപോയി എന്നെ നിങ്ങൾ പിടിച്ചോണ്ട് വന്ന് എന്തൊക്കെയോ ചോദിക്കുന്നു. നിങ്ങൾ ചോദിക്കുമ്പോ എനിക്ക് ഉത്തരം പറയണ്ടേ? ഷൈജ, അപ്പോ ഞങ്ങൾ ചോദിക്കുന്നതിനൊക്കെ കൃത്യമായിട്ട് ഉത്തരം പറയും അല്ലേ? പറയാം മാഡം. എങ്കി പറ, ദേവിക എവിടെ? ഏത് ദേവിയ മാഡം? നന്ദന്റെ ഭാര്യ ദേവിയ. നന്ദനാർ സാറേ? നിനക്കറിയില്ലല്ലേ? സക്കീർ, അമ്മയുടെ ചില രീതികള്, അല്ല ചില രീതികളല്ല, പല രീതികളും എനിക്കൊട്ടും ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇന്നിപ്പോ അമ്മ ജോലിക്ക് തിരിച്ചു കയറാൻ വേണ്ടി പോയിരിക്കുന്നു എന്നറിയുമ്പോ എന്തോ ഒരു വിഷമം. അച്ഛനും രചന ചേച്ചിക്കും നമുക്കൊക്കെ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നന്ദുവിന്റെ അമ്മ, ആന്റി ഇപ്പോ വല്ലാത്ത അവസ്ഥയിലായിരിക്കും. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ചില ബുദ്ധിമുട്ടുകൾ വന്നത് ഒരു വിധത്തിൽ നന്നായെന്ന്. എന്നുവെച്ചാ അമ്മ കുറച്ചുകൂടി താഴേക്ക് ഇറങ്ങി വരും, മറ്റുള്ളവരുടെ അവസ്ഥകൾ മനസ്സിലാക്കും, കുറച്ചൊരു ദയ ഉണ്ടാവും. ദേഷ്യത്തിലും അഹങ്കാരത്തിലും ഞാനാണ് എല്ലാം എന്നുള്ള ഭാവമൊക്കെ ഒന്ന് കുറയും. എല്ലാം ഒന്ന് നന്നായിട്ട് അവസാനിക്കണേന്ന് ഒരു പ്രാർത്ഥനയുള്ളൂ. കാശിന്റെ ഇല്ലായ്മയ്ക്കപ്പുറം നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ ഒന്ന് നേരെ ആവണ്ടേ? കേസ് അന്വേഷണം എങ്ങോട്ടൊക്കെയാ പോകുന്നതെന്ന് അറിയില്ല. ബലരാമൻ അങ്കിളുടെ അടുത്ത നീക്കവും അറിയില്ല. ഞാൻ ഈ വീട്ടിലുണ്ടെന്ന് പോലീസോ ബലരാമൻ അങ്കിളോ ഏതെങ്കിലും പത്രക്കാരോ അറിഞ്ഞ പിന്നെ എന്തായിരിക്കും നടക്കുന്നത്? ജനക്കൂട്ടം ഇരച്ചു പാഞ്ഞു വരും, വീട് തല്ലി തകർക്കും. ഈ വീട്ടിലുള്ളവരുടെ അവസ്ഥ എന്താവും ആലോചിക്കുമ്പോ ആകെ ഒരു വിറയല് പോലെ വരിക. 2 തരത്തിൽ ചിന്തിച്ച് സമാധാനിക്കാം. എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ വരുന്ന പോലെ വരട്ടെ എന്ന് വിചാരിക്കാം. ഇനി എന്തൊക്കെയായാലും ശരി, എവിടെയായാലും നമ്മൾ ഒരുമിച്ചായിരിക്കും ഇനി അങ്ങോട്ട്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.